എല്ലാവർക്കും നമസ്കാരം. നത്തിങ് ഫോൺ വണ്ണിന്റെ 600 ദിവസത്തെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നത്തിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവരുടെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് പറയണം കേട്ടോ. നമുക്ക് പരിചയമുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറയാം. അതായത് നമ്മുടെ ഈ OnePlus ഒക്കെ വന്നപ്പോൾ സാംസങ്ങും ആപ്പിളും ഒക്കെ ഇങ്ങനെ നൈസ് ആയിരിക്കുന്ന സമയമായിരുന്നു. OnePlus വന്നു, നൈസ് സ്പെക്ക്, വളരെ ലോ പ്രൈസിൽ കൊടുത്തു. അവർ ആ ഒരു ഇൻഡസ്ട്രി അങ്ങ് കീഴ്പ്പെടുത്തി എന്നൊക്കെ പറയാം. ആ ഒരു മിഡ് റേഞ്ച് ഫോണുകളുടെ ആ ഒരു സംഭവം മൊത്തം അങ്ങ് OnePlus ഏറ്റെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു സ്ട്രാറ്റജി ആയിരുന്നു നമ്മുടെ ജിയോ കൊടുക്കുന്നത്. വളരെ ഫ്രീ ആയിട്ട് നെറ്റ് കൊടുത്തു, കിടിലൻ ഓഫേഴ്സ് കൊടുത്തു. അങ്ങനെ ആളുകളൊക്കെ നെറ്റ് യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഓഫർ പ്രൈസ് അങ്ങനെ കയറ്റി. ഇപ്പൊ ഈ അടുത്ത് കുറച്ചും കൂടെ കയറ്റിയിട്ടുണ്ട്. അപ്പം ആ രംഗത്തേക്ക് ഇനി നമ്മുടെ മറ്റന്മാർ വരുന്നുണ്ട് കേട്ടോ. BSNL വിത്ത് നമ്മുടെ ടാറ്റ പരിപാടി വരുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക റീചാർജ് ചെയ്യാൻ വേണ്ടി. ചിലരൊക്കെ ഒരു വർഷത്തേക്കൊക്കെയാണ് റീചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ മറ്റൊരു സ്ട്രാറ്റജിയാണ് നമ്മുടെ നത്തിങ് കിട്ടത്. അപ്പൊ നത്തിങ്ങിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ടെസ്ല കമ്പനിക്കാരൻ പുള്ളിയുടെ ട്രക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അടിച്ചു പൊട്ടുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതുവഴി ടെസ്ലയുടെ ആ ഒരു ട്രക്ക് എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് ലോകം മൊത്തം അറിഞ്ഞു. അതുപോലെ തന്നെ നത്തിങ് ഡിസൈൻ എന്ന ഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗ്ലിഫ് എന്ന് പറഞ്ഞ ആ ഒരു ഇന്റർഫേസ് ഇട്ടപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു. അതിനെക്കുറിച്ച് ചർച്ചകളായി. അത് വന്നപ്പോൾ അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാണെങ്കിലും ചർച്ചകൾ വന്നു. സോ ചർച്ച ഓൺ ആയപ്പോൾ ഫോൺ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പം കൊച്ചു പിള്ളേർക്ക് വരെ ഈ IQ എന്ന് പറഞ്ഞ ആ ഒരു ഫോൺ അറിയത്തില്ലാത്തവർക്ക് വരെ നത്തിങ്ങിനെ കുറിച്ച് അറിയാം. അത് ഈ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് ഉണ്ടാക്കിയ ഒരു തരംഗം തന്നെയാണ്. അതിനുശേഷം അവരുടെ സോഫ്റ്റ്വെയറിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തു, ഡിസൈനിൽ നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഫോണിന്, നത്തിങ് പറഞ്ഞ ഫോണിന് ഫാൻസ് കൂടി. നല്ല യൂസർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് 600 ദിവസം എനിക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ളത് യൂസർ എക്സ്പീരിയൻസ്, അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഗംഭീരമാണ്. എനിക്ക് വേറൊരു ഫോൺ ഇതുമായിട്ട് ചേർത്ത് വെക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് കിടിലൻ യൂസർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ 7 മാസത്തെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നോക്കുമ്പോൾ കുറെ വ്യത്യാസങ്ങൾ ഈ ഒരു ഫോണിന് പറ്റുന്നുണ്ട്. അതായത് ക്യാരക്ടർ കുറച്ചൊക്കെ മാറുന്നുണ്ട്. ആ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ഇതിന്റെ പ്രൊസസറിനെ കുറിച്ച് പറയണം. അതായത് സ്നാപ്ഡ്രാഗൺ 778G+ ആണ്. അത്യാവശ്യം നമ്മുടെ ഗെയിമുകൾ ഓടും. പിന്നെ നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് ഫോണിന്. ഗെയിം എന്ന് പറയുമ്പോൾ നമ്മുടെ PUBG സ്മൂത്ത് എക്സ്ട്രീമിൽ വർക്കാവും, ബാലൻസിലും വർക്കാവും. ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ക്യാമറ 4K റെക്കോർഡ് ചെയ്യുമ്പോൾ ഹീറ്റ് ഉണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ നമ്മുടെ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ അവർ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ചാർജ് ചെയ്ത് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെയാണ് ഷോക്ക് അടിച്ചത്. അപ്പം നമ്മൾ ഈ നത്തിങ്ങാരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അലൂമിനിയം ഫ്രെയിം ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ അവർ പറഞ്ഞു. നമ്മളങ്ങനെ കുത്തിയിട്ട് കളി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഉദ്ദേശിക്കുന്നവർ, അങ്ങനെ കളിക്കുന്നവരോട് ഞാൻ ചെറുതായിട്ടൊന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഫോൺ നൈസ് ആണ് പെർഫോമൻസിൽ. ആൻഡ് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ക്യാം വലിയ ഓളമില്ല. കുറെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിൽ കാര്യമായിട്ടൊരു വ്യത്യാസമില്ല. പക്ഷെ ബാക്ക് ക്യാമറ കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇവരുടെ മെയിൻ സാധനമാണ്. ഒരുപാട് തവണ ട്വിറ്ററിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മൾ ഈ ഫോണിന്റെ കുഴപ്പങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇവർക്കെതിരെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം അതെല്ലാം പരിഹരിച്ചു തരിക എന്ന് പറയുന്നത്, വളരെ ക്ഷമയോട് കൂടി പരിഹരിച്ചു തരിക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഇതും അവരൊരു സ്ട്രാറ്റജി പോലെയാണ് എടുത്തിട്ടുള്ളതെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് എവിടേക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഈ ഒരു ബഗുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡേറ്റ കൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ സോഫ്റ്റ്വെയർ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതിൽ ഇവർ കാണിച്ച ആ ഒരു എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വരാം. ഓരോ ആഴ്ച അപ്ഡേറ്റുകളായിരുന്നു. ഇപ്പോഴും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത് ഫോൺ നല്ല മിനുസമായിട്ട് നല്ല മൂർച്ചയേറിയൊരു ഫോണാക്കി മാറ്റിയിട്ടുണ്ട്. കാൾപ്പയുടെ ആ ഒരു ബ്രാൻഡിങ് പരിപാടി ഹെവി ആയിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യമാണ് എനിക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ബാറ്ററി ഒരു 7 മാസം വരെ എനിക്ക് ഫോണിന് ബാറ്ററി വലിയ സീനില്ലായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഡ്രോപ്പ് ആവുന്നുണ്ട് ബാറ്ററി. എനിക്കൊരു 6 മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടിക്കൊണ്ടിരുന്ന ബാറ്ററി ആയിരുന്നു. പിന്നെ അത് 5.5 ആയി, 5 ആയി. പിന്നെ ലാസ്റ്റ് അതിൽ 4.5 മണിക്കൂറൊക്കെ എനിക്ക് ദിവസവും 3-4 തവണ റീചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ബാറ്ററി ഇത് കുറയും. ഒരു 2 വർഷത്തേക്കാണ് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നത്തിങ് ഫോൺ വൺ ഞാൻ സജസ്റ്റ് ചെയ്യും. അതും ഒരു 25,000 പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ. ഇത്രയും നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തരുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു ഫോണില്ല. ഇവരുടെ തന്നെ നത്തിങ് 2A ഉണ്ട്. പക്ഷെ അതിന്റെ പ്രൊസസർ ഡിമെൻസിറ്റി ആണ്. ഡിമെൻസിറ്റി 7200 ആണ്. ഡിമെൻസിറ്റിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. സ്നാപ്ഡ്രാഗൺ എടുക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ പ്രൊസസേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. അതാണ് അതിന്റെ ഒരു ഗുണം. അത് ഉപയോഗിച്ച് ശീലമുള്ളതുകൊണ്ട് പറയാണ്. പല ഫോണുകൾ ഉപയോഗിച്ച് ഡിമെൻസിറ്റിയുടെ ഒക്കെ നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. റിയൽമിയുടെ ഉപയോഗിച്ചുള്ളതുകൊണ്ട് പറയാണ് ഡിമെൻസിറ്റി അത്ര നമ്പൽ നല്ലതല്ല.
ഇപ്പം പുതിയതൊക്കെ വരുന്നുണ്ട്, വരട്ടെ, അവർ വരട്ടെ. പഴയതൊന്നും വേണ്ട, നമുക്ക് സ്നാപ്ഡ്രാഗൺ തന്നെയാണ് നല്ലത്. പിന്നെ ഇത് UFS 3.1 ആണ്, അത്യാവശ്യം ഓക്കെയാണ്. UFS എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിന്റെ ലേറ്റൻസി കുറയ്ക്കും, അതുപോലെ നമ്മുടെ ആപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സ്പീഡ് കൂടും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ ഇതിന്റെ പെർഫോമൻസ് ഒക്കെ പോകുന്നുണ്ട്. ഈ പ്രൊസസ്സറും കൂടെ കമ്പൈൻ ചെയ്ത് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പെർഫോമൻസ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഫോൺ എന്ന് വെച്ചാൽ വയ്യാതാവുന്ന അല്ലെങ്കിൽ സ്ലോ ആകുന്ന നമുക്ക് തോന്നുന്ന സമയത്ത് കാൽപ്പേ ഒരു അപ്ഡേറ്റ് കൂടെ തരും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് ഞാൻ ആ ഫോൺ വിൽക്കാറായ സമയത്ത് വരെ എനിക്ക് അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ഫോൺ വിറ്റു. ഞാൻ വാങ്ങിച്ച ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിന്റെ 2 ആണ്. നത്തിങ്ങിന്റെ 2ന്റെ റിവ്യൂ വേണമെങ്കിൽ ഞാനത് നിങ്ങൾ കമന്റിൽ പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നത്തിങ്ങിന്റെ യൂസർ എക്സ്പീരിയൻസിൽ. പ്രശ്നങ്ങളിലൊന്നും പറയുന്നത് ബാറ്ററി ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. പെർഫോമൻസ് ഈസ് നൈസ്, ക്യാമറ വൈസ് ആണെങ്കിൽ നൈസ് ആണ്. വൈഫൈ കണക്ഷനോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴോ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഹോട്ട്സ്പോട്ട് ഒക്കെ നൈസായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു സാധാരണ ഫോണാണ്, പക്ഷെ ഗംഭീര യൂസർ എക്സ്പീരിയൻസ് ആണ്. അതായത് നിങ്ങളോട് ചേർന്ന് നിൽക്കും ഫോൺ, നിങ്ങൾ പറയുന്നതിന് അപ്പുറത്തേക്ക് ഫോൺ പോകത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾ റിയൽമി ഉപയോഗിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഫോണിലോട്ട് സ്വിച്ച് ചെയ്യാം. അതുപോലെ സാംസങ് ഉപയോഗിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. ആപ്പിൾ ഉപയോഗിച്ചവർ ഈ ഫോണിലോട്ട് സ്വിച്ച് ചെയ്യേണ്ട, അവർ ആപ്പിൾ ഉപയോഗിച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. ബാക്കിയുള്ളവർക്ക് ഈ ഫോൺ വളരെ നൈസ് ആയിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഫോണാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നെങ്കിലും നത്തിങ് ഫോൺ ഈസ് എ നൈസ് ഓപ്ഷൻ. ഒരു 2 വർഷത്തേക്ക് ഒരു സീനുമില്ല. 3-4 വർഷത്തേക്കൊക്കെ വേണമെങ്കിൽ സ്നാപ്ഡ്രാഗണിന്റെ 8th Gen പ്രൊസസ്സറുള്ള ഫോണുകളൊക്കെ വേണം. എന്നാലും ഇപ്പോഴും 4 വർഷമൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. നിങ്ങളുടെ യൂസിനനുസരിച്ചാണ് നിങ്ങൾ ഫോൺ വാങ്ങേണ്ടത്. അപ്പോൾ ഗെയിമിങ്ങിനാണെങ്കിൽ അതിനനുസരിച്ച് ഫോൺ വാങ്ങണം. ഇതൊരു ഓവറോൾ പരിപാടി വളരെ സ്മൂത്ത് ആയിട്ട് പോകും. പ്ലസ് ഇതിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ ഇൻഹാൻഡ് ഫീലിനെ കുറിച്ച് പറഞ്ഞില്ല, ഭയങ്കര രസമാട്ടോ. നല്ല ഡിസൈൻ ആയതുകൊണ്ട്. പിന്നെ 193 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ്. പക്ഷെ നമുക്കത് അറിയത്തില്ല. കവർ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് അറിയും, കാരണം വലുപ്പം കുറച്ച് കൂടുതൽ 6.5 ഇഞ്ചാണ്. പക്ഷെ കവർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ഉള്ള പോലെ തോന്നും. പക്ഷെ കവർ ഇല്ലെങ്കിൽ വളരെ വളരെ രസമാണ് ഹോൾഡ് ചെയ്യാനാണെങ്കിലും. ഒരുപാട് സ്ലിപ്പറി ഒന്നുമല്ല. പക്ഷെ ഇപ്പം വന്നിട്ടുള്ള നത്തിങ് ഫോൺ 2 കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്, വെച്ചാൽ കയ്യിൽ വെക്കാൻ ഈസിയാണ്. കർവ്ഡ് എഡ്ജസ് ആണ്, മറ്റേത് ഫ്ലാറ്റ് എഡ്ജസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരേ. പക്ഷെ ഇതത് മാറ്റിയിട്ട് അവന്മാർ കർവ്ഡ് ആക്കിയിട്ടുണ്ട്. കയ്യിൽ പിടിക്കാൻ കുറച്ചും കൂടെ നൈസ് ഫോൺ 2 ആണ്. പക്ഷെ ഒരു 25K നത്തിങ് ഫോൺ ഓൺ ഈസ് എ ബെറ്റർ ഓപ്ഷൻ ആണ് ഇപ്പോഴും. സ്റ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ്. ആൻഡ് ഇവന്മാരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ടില്ലേ, ഇപ്പം അതിനുശേഷം ഇവന്മാര് 2 കഴിഞ്ഞിട്ട് ഇവന്മാര് 3 ഇറക്കാതെ 2A ഇറക്കുന്നു, 2A പ്ലസ് ഇറക്കുന്നു. ആൻഡ് ഇവന്മാർ ഇന്ത്യയാണ് ഫോക്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് കൂടുതൽ ഫോണുകൾ ഇവരുടെ വിറ്റഴിക്കുന്നത്. ആൻഡ് ഇവര് മിഡ് റേഞ്ച് ഫോണിൽ നിന്നും കുറച്ചും കൂടെ താഴെയുള്ള റേഞ്ചിലേക്കൊക്കെ ഫോണൊക്കെ ഇറക്കിയിട്ടുണ്ട്. CMFന്റെ ബഡ്സ് അവർ ഇറക്കുന്നു. അവർ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. ഒരു ആപ്പിളിനെ പോലെ അവർ മാറുന്നുണ്ട്. ഒരു സൈഡിൽ അവർ മിഡ് റേഞ്ചിന് താഴെയുള്ള ഫോണുകൾ ഇറക്കുന്നു, മറ്റൊരു സൈഡിൽ അതിന്റെ ഹെവി സാധനങ്ങൾ ഇറക്കുന്നു. അപ്പം മിഡ് റേഞ്ച് ഉപയോഗിച്ചവർക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവർ അതിന്റെ മുകളിലുള്ള സാധനത്തിലോട്ട് പോകും, പിന്നെ അതിന്റെ മുകളിലുള്ള സാധനത്തിലോട്ട് പോകും. അങ്ങനെയാണ് ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരുന്നത്. ഏതായാലും നമ്മൾ ഹാപ്പിയാണ്. എക്സ്പീരിയൻസിൽ വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബൈ.